ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻ എന്ന ആനിമി സീരീസിൻ്റെ സീസൺ 2 എപ്പിസോഡ് 4 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വോൾക്കാനോ പൊട്ടിത്തെറിച്ചതുകൊണ്ട് അവിടെയുള്ള ആളുകളോട് അവിടെ നിന്ന് സേഫായി മറ്റൊരിടത്ത് മാറാൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നാക്കി മോമയെ നോക്കി ഇതുകൊണ്ടാണ് ഞങ്ങൾ ആ മഹാനായ സർപ്പന്റിന് ആളുകളെ ബലി നൽകിയത്. ബട്ട് ഇപ്പോൾ നീ കാരണം എല്ലാം അവസാനിച്ചു. ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നിനക്ക് മാത്രമാണ്. ദെൻ നാക്കി മാഞ്ചർ മോമയോട് പറഞ്ഞ കാര്യം പറയുന്നു. ഡ്രാഗൺ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മായവിൽ സൃഷ്ടിക്കും. ഇത് കാരണം വോൾക്കാനോ പൊട്ടിത്തെറിക്കും. ഇവിടെ മോമ ചിന്തിക്കുന്നു, എർത്ത് വോമിന് സൺലൈറ്റ് നിൽക്കാൻ സാധിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെല്ലാവരും ഡ്രാഗൺ എന്ന് പറയുന്നത്? ദെൻ മോമോക്ക് അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നു. പണ്ടുള്ള ആളുകൾ ഈ എർത്ത് വോമിനെ പറ്റിയല്ല ഇത് പറഞ്ഞത്. സ്വർഗത്തിലേക്ക് പോകുന്ന ഡ്രാഗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൗണ്ടെയിൻ ആണ്. പണ്ട് ഫൗണ്ടെയിൻ വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നതിന്റെ ഒരു സിഗ്നലായാണ് കാണാറുള്ളത്. പണ്ടുള്ള ആളുകൾക്കും ഇതറിയാമായിരുന്നു. ബട്ട് ഇപ്പോൾ ഉള്ള ആളുകൾ അത് തെറ്റായ രീതിയിൽ എടുത്തു. ഇവിടെ മോമോ എർത്ത് വോമിന്റെ ബോഡി ആ മലമുകളിൽ നിന്ന് താഴേക്കിടുന്നു. ഇത് കണ്ട് കീറ്റോ ഫാമിലി, നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ ലോഡ് സർപ്പന്റിന്റെ ബോഡി വലിച്ചെറിയും. ദെൻ മോമോ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പുറകിൽ കീറ്റോ ഫാമിലിയും ഉണ്ട്. മോമോ ആ എർത്ത് വോമിന്റെ ബോഡിയും പിടിച്ചാണ് ഓടുന്നത്. ഇതിന് മോമോ ആ എർത്ത് വോമിന്റെ ബോഡി ആ ഫൗണ്ടെയിന് നേരെ വെക്കുന്നു. മോമോ ആ വോൾക്കാനോ നോക്കി പറയുന്നു, ഈ വോൾക്കാനോ കാരണം ഈ നാടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെയുള്ള എല്ലാവരും ആ കെട്ടുകഥ വിശ്വസിക്കും. ബട്ട് അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മോമോ മലമുകളിലേക്ക് ഓടിപ്പോകുന്നു. ഇവിടെ മോമോ എർത്ത് വോമിന്റെ ബോഡി ഉയർത്തുന്നു. മോമോയുടെ പ്ലാൻ എർത്ത് വോമിനെ ഒരു പൈപ്പ് പോലെ യൂസ് ചെയ്ത് തീ ഇല്ലാതാക്കാനാണ്. അങ്ങനെ മോമയുടെ പ്ലാൻ പോലെ ഫൗണ്ടെയിനിലെ വെള്ളം വരുന്നു. അതിന്റെ കൂടെ എർത്ത് വോമിന്റെ സ്ലൈം പോലെയുള്ള ലിക്വിഡും മിക്സ് ആയാണ് വരുന്നത്. ഇത് കാരണം തീ ഇല്ലാതാക്കാൻ മോമോക്ക് സാധിക്കുന്നു. ബട്ട് ലാവ ആ കാട് മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നാക്കി വന്ന് മോമയെ അറ്റാക്ക് ചെയ്യുന്നു. ദെൻ നാക്കി പറയുന്നു, ഞങ്ങളാണ് ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ നിന്നെ ബലി നൽകി ഈ ലോഡ് വോൾക്കാനോയെ ശാന്തമാക്കും. ഇത് കേട്ട് മോമോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ദൈവത്തെ മാറ്റിയോ? ഇങ്ങനെ കീറ്റോ ഫാമിലി മോമയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് തന്നെ മോമയെ ആരോ രക്ഷിക്കുന്നു. അത് മാഞ്ചിറോ ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു നീ എന്റെ മാസ്റ്ററിന്റെ കൊച്ചുമകളാണെന്ന്. ഇത് കണ്ട് മോമോ, നീ ആ യൂട്യൂബർ ആകാൻ നടക്കുന്ന സന്യാസിയല്ലേ? ഇത് കേട്ട് മാഞ്ചിറോ, എന്റെ മാസ്റ്റർ എന്നെ ഒരാഴ്ച മുമ്പ് വിളിച്ചിരുന്നു. 3 കുട്ടികൾ നിന്റെ നാട്ടിൽ വരുന്നുണ്ട്. സോ അവരെ ഒന്ന് നോക്കണം. എന്നാ ഓക്കെ, താങ്ക്സ് എന്ന് പറഞ്ഞു മുത്തശ്ശ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതുകൊണ്ട് മാഞ്ചിറോക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. മോമയെ കണ്ടപ്പോൾ മാഞ്ചിറോ കരുതിയത് അവൾ വെറും ഒരു ടൂറിസ്റ്റ് ആണെന്നാണ്. ഇവിടെ മാഞ്ചിറോ കീറ്റോ ഫാമിലിയിലെ ആളുകളോട് ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് മോമയോട് പറയുന്നു, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ ആ തീ ഇല്ലാതാക്കാൻ നോക്ക്. ഇത് കേട്ട് മോമോ ആ എർത്ത് വോമിന്റെ ബോഡി എടുത്ത് ആ തീ ഇല്ലാതാക്കുന്നു. പെട്ടെന്ന് ആ എർത്ത് വോമിന്റെ ബോഡിയെ ഈവിലയുടെ ബോൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ അറ്റാക്ക് കാരണം എർത്ത് വോമിന്റെ ബോഡിയിൽ നിന്ന് ലിക്വിഡ് ലീക്ക് ആവുകയാണ്. ഈവിലൈ വന്ന് നാക്കി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് എന്തോ കാരണത്താൽ ആ അറ്റാക്ക് മിസ്സാകുന്നു. പെട്ടെന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ മോമോ നാക്കിയെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ബട്ട് ഈവിലൈ വിടാതെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പൊ മാഞ്ചിറോ വന്ന് ഈവിലയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഈവിലൈ മാഞ്ചിറോ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ മോമോ അവനെ രക്ഷിക്കുന്നു. ഇത് കണ്ട് ഈവിലൈ, എന്നെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് നീയാണ്, അതുകൊണ്ട് നിന്നെയാണ് ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നത് എന്ന് മോമയെ നോക്കി ഈവിലൈ പറയുന്നു. ഇത് കേട്ട് മോമോ, നീ എന്തിനാണ് എപ്പോഴും ആളുകളെ കൊല്ലുന്നതിനെ പറ്റി സംസാരിക്കുന്നത്? ജീജി ഒരിക്കലും ആരെയും കൊല്ലില്ല. നീ ഒക്കാറോനെ എന്താണ് ചെയ്തത്? ഇത് കേട്ട് ഈവിലൈ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളതിനെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കൂ. ആൻഡ് ഇപ്പോ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇത് കണ്ട് മാഞ്ചിറോ, അവൻ വളരെ സ്ട്രോങ് ആണ്, എനിക്ക് അവനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. ഇത് കേട്ട് നാക്കി, എല്ലാം നീ കാരണമാണ് എന്ന് മോമയോട് പറയുന്നു. ഇത് കേട്ട് മോമോ, നമ്മളിപ്പോ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ടീമായി വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ അവർ ഒരു ടീമായി ഈവിലൈക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. നാക്കി പോയി ഈവിലയെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഈവിലൈ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അപ്പൊ മോമോ ഈവിലയെ പിടിക്കുന്നു. അപ്പൊ അവിടെ ഈവിലയുടെ ബോൾ വന്ന് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ദെൻ ഈവിലൈ മാഞ്ചിറോക്ക് നേരെ ഒരു പവർഫുൾ കിക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ മോമെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. മോമോ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് മോമോക്ക് അവളുടെ പവർ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഈവിലൈ മോമെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് ആരോ ഈവിലയുടെ മുഖത്ത് പഞ്ച് ചെയ്യുന്നു. അത് നമ്മൾ സീസൺ 1 കണ്ട ബോക്സിംഗ് ഏലിയൻ ആയിരുന്നു. ഇത് കണ്ട് മോമോ ഷോക്ക് ആവുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് അവരുടെ മകൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അദ്ദേഹം, നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചാലോ? ഇങ്ങനെ മോമോ നോക്കുമ്പോൾ അവൾ ഒരു UFO കാണുന്നു. അതിൽ നിന്ന് നമ്മുടെ മുത്തശ്ശിയും ടാറോയും താഴെ വരുന്നു. ദെൻ മുത്തശ്ശിയും ബോക്സിംഗ് ഏലിയനും ഈവിലയോട് ഫൈറ്റ് ചെയ്യുന്നു. ഈവിലയ്ക്ക് ബാക്കിയുള്ളവരോട് ഫൈറ്റ് ചെയ്തതുപോലെ മുത്തശ്ശിയോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ മുത്തശ്ശി ടാരോന് ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ടാറോ ഒളിമ്പിക്സിൽ ഓടുന്നത് പോലെ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. ബട്ട് ഈവിലൈ ഒരു പഞ്ച് കൊണ്ട് ടാരോയെ തകർത്ത് കളയുന്നു. ബട്ട് ഇതൊക്കെ മുത്തശ്ശിയുടെ പ്ലാൻ ആയിരുന്നു. ടാറോയുടെ ഉള്ളിൽ ഒരു ടാലിസ്മാൻ ഉണ്ടായിരുന്നു. ഇത് വെച്ച് ഈവിലയെ ട്രാപ്പ് ചെയ്യാനാണ് മുത്തശ്ശിയുടെ പ്ലാൻ. ഇവിടെ മാഞ്ചിറോ എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. അങ്ങനെ പൊട്ടിപ്പോയ ടാറോയുടെ ശരീരം ഈവിലയുടെ ദേഹത്ത് ഒട്ടുന്നു. അങ്ങനെ ഈവിലയുടെ ബോഡി മുഴുവനും ടാറോയുടെ ബോഡി കവർ ചെയ്യുന്നു. അങ്ങനെ ഈവിലയെ അവർ പിടിക്കുന്നു. ദെൻ മുത്തശ്ശി പറയുന്നു, നമ്മൾ വന്ന ജോലി അവസാനിച്ചു, നമുക്കിനി തിരിച്ചു പോകാം. ഇവിടെ ബോക്സിംഗ് ഏലിയന്റെ മകൻ ചിക്കുചീറ്റ എർത്തുവോമിന്റെ ബോഡി ഉപയോഗിച്ച് അവിടെയുള്ള തീ ഇല്ലാതെയാക്കുന്നു. ഇവിടെ മുത്തശ്ശി മാഞ്ചിറോയെ വഴക്ക് പറയുന്നു, നീ ഇവിടെ എന്താണ്
എന്താണ് ചെയ്യുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവരെ നോക്കാൻ. ഇത് കേട്ട് മാഞ്ചിറോ, മാസ്റ്റർ ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ എന്നോട് 3 കുട്ടികൾ വരുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ നിങ്ങൾ എന്നെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇത് കേട്ട് മുത്തശ്ശി അതും ശരിയാണ്, ബട്ട് നീ ടാറോയോടും നന്ദി പറയണം. അവന്റെ ബോഡി ഉപയോഗിച്ചാണ് നമ്മൾ അവനെ ട്രാപ്പ് ചെയ്തത്. ഇവിടെ ടാറോ മുത്തശ്ശിയോട് ചോദിക്കുന്നു, ഞാൻ എന്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എവിടെ വെക്കും? ഇത് കേട്ട് മുത്തശ്ശി അതൊക്കെ ഏതെങ്കിലും കവറിൽ എടുത്തോ എന്ന് പറയുന്നു. ദെൻ മുത്തശ്ശി മോമയോട് ഒക്കാറോനും ടർബോ ഗ്രാനിയും എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇങ്ങനെ മുത്തശ്ശി നോക്കുമ്പോൾ അവിടെ മോമോ ഉണ്ടായിരുന്നില്ല. മോമോ ബോക്സിംഗ് ഏലിയന്റെ കൂടെ ഒക്കാറോനെ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. മോമോ അവിടെയുള്ള സാധനങ്ങൾ നീക്കാൻ വേണ്ടി തന്റെ പവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അപ്പൊ ബോക്സിംഗ് ഏലിയൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ മോമോ നോക്കുമ്പോൾ ഒക്കാറോനുള്ള സ്ഥലത്ത് ഇപ്പൊ മുഴുവനും ലാവയാണ്. ഇത് കണ്ട് മോമോ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നു. ഇത് കണ്ട് ബോക്സിംഗ് ഏലിയൻ ഐ ആം സോറി, എനിക്ക് തോന്നുന്നു ഒക്കാറോൻ. ഇത് കേട്ട് മോമോ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നിങ്ങനെ ഒക്കാറോനെ പറ്റി ആലോചിക്കുകയാണ്. ദെൻ മോമോ ചിക്കുചീരെ നോക്കി ആ എർത്ത് വോമിന്റെ സ്ലൈം ആ ലാവയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇത് കേട്ട് ബോക്സിംഗ് ഏലിയൻ മിസ് മോമോ ആയാസ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ സ്വയം മരിക്കാൻ പോവുകയാണോ? ഇത് കേട്ട് മോമോ ഞാൻ അവന് പ്രോമിസ് ചെയ്തിരുന്നു. അപ്പൊ ചിക്കിച്ചീറ്റ വന്ന് ഞാൻ സ്ലൈം ആ ലാവയിൽ ഒഴിക്കില്ല, നിങ്ങൾക്ക് അതിന്റെ അകത്ത് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മരിക്കാൻ ശ്രമിക്കുന്നത്? ഇത് കേട്ട് മോമോ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒക്കാറോനെ രക്ഷിക്കും. ഇത് കണ്ട് ബോക്സിംഗ് ഏലിയൻ അവളെ പിടിച്ചു നിർത്തുന്നു. ഇങ്ങനെ മോമോ നോക്കുമ്പോൾ കാണുന്നത് ചിക്കിച്ചിറ്റ ആ ലാവ മുഴുവനും വലിച്ചെടുത്ത് വെളിയിൽ വെക്കുന്നു. എന്നിട്ട് അതിന്റെ മുകളിൽ സ്ലൈം ഒഴിക്കുന്നു. ഇത് കണ്ട് മോമോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിപ്പോയി അത് തുറക്കാൻ നോക്കുന്നു. നല്ല ചൂടുള്ളത് കൊണ്ട് മോമയുടെ കൈയൊക്കെ പൊള്ളുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ മോമോ അത് തുറക്കുന്നു. ഇങ്ങനെ മോമോ നോക്കുമ്പോൾ ഒക്കാറൂൺ ടർബോ ഗ്രാനിയെ പിടിച്ച് അവിടെ കിടക്കുന്നതാണ് കാണുന്നത്. മോമയെ കണ്ട് ഒക്കാറൂൺ മിസ് ആയാസേ, എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ രക്ഷിക്കുമെന്ന്. ഇത് കേട്ടപ്പോ മോമോ വല്ലാതെ ഇമോഷണൽ ആകുന്നു. അപ്പൊ പെട്ടെന്ന് ടർബോ ഗ്രാനി, എനിക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, നീ ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് ടർബോ ഗ്രാനി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഒക്കാറൂൺ പറയുന്നു, ഞാൻ ടർബോ ഗ്രാനിയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോ ജീവനോട് ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ ഉണ്ടായിരുന്ന മുറിയിൽ മുഴുവനും ആ ഡെത്ത് ബോംബിന്റെ സ്ലൈം ഉണ്ടായിരുന്നു. അത് കാരണം ലാവക്ക് അതിന്റെ അകത്ത് കടക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് ഒക്കാറൂൺ ജിജി എവിടെ? ജിജി ഇപ്പോഴും തായാണുള്ളത്. ഇത് കേട്ട് മോമോ ജിജി സേഫ് ആണെന്ന് പറയുന്നു. ഇങ്ങനെ ഒക്കാറൂൺ പുറത്തു വരുമ്പോ ആ ഡെത്ത് ബോംബിന്റെ സ്ലൈം കാരണം ഒക്കാറൂൺ മോമയുടെ ദേഹത്ത് വന്ന് വീകുന്നു. ഇത് കണ്ട് ഒക്കാറൂൺ മോമയോട് സോറി പറയുന്നു. ഇത് കേട്ട് മോമോ അവന്റെ അടുത്ത് വന്ന് അവനെ ഹഗ് ചെയ്യുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, സോറി ഞാനാണ് പറയേണ്ടത്, ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു, ബട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് നീ ഇപ്പോ ജീവനോടുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.